ഇച്ചിരി ഇഞ്ചിക്കറി വയ്ക്കാമെന്ന് വിചാരിച്ച് അതിനായിട്ട് കുറച്ച് ഇഞ്ചി എടുത്തിട്ടുള്ളൂ. രാവിലെ വിചാരിച്ച് ഇച്ചിരി ഇഞ്ചി കൂട്ടാൻ തോന്നി, അങ്ങനെ ഇഞ്ചി എടുത്ത് വൃത്തിയാക്കി എടുത്തിട്ടുണ്ട്. നന്നായിട്ട് ചുരണ്ടി മണ്ണൊക്കെ കളഞ്ഞ്. അതുപോലെ കുറച്ച് ചെറിയ ഉള്ളി, അതും രണ്ടും കൂടെ വൃത്തിയാക്കി എടുത്തിട്ടുണ്ട്. ഇനി ഇതൊന്ന് ചെറുതായിട്ടൊന്ന് ചീവി അരിയുക. കനം കുറച്ചരിയണം. നല്ലപോലെ കനം കുറച്ചരിഞ്ഞാൽ പെട്ടെന്ന് നമ്മൾ എണ്ണയിലിട്ട് മൂപ്പിക്കുമ്പം പെട്ടെന്ന് മൂത്ത് കിട്ടും. എല്ലാം ഇതുപോലെ എടുക്കാം. വയറ്റിന് അസുഖത്തിനൊക്കെ ഇഞ്ചി നല്ലതാണ്. നമുക്ക് വയറ്റുവേദനയോ ദഹനക്കേടോ ഒക്കെ ഉണ്ടെങ്കിൽ ഇച്ചിരി ഇഞ്ചിക്കറി കൂട്ടിയാൽ അതിന് വയറ്റിന് നല്ല ആശ്വാസം കിട്ടും. എനിക്കും വയറ്റിന് നല്ല സുഖമില്ലായിരുന്നു. അങ്ങനെ ഞാൻ വിചാരിച്ചെന്നാൽ ഇച്ചിരി ഇഞ്ചിക്കറി വയ്ക്കാമെന്ന് വിചാരിച്ച് അങ്ങനെ എടുത്തത്. നല്ലപോലെ വിളഞ്ഞില്ല, എന്നാലും ഇച്ചിരി എടുത്തതാണ്. അങ്ങനെ ചെറുതായിട്ട് ഇതുപോലെ ചീവി എല്ലാം അരിഞ്ഞെടുത്തിട്ടുണ്ട്. പിന്നെ അതേപോലെ നല്ല കനം കുറച്ചരിഞ്ഞതാണ്. അതേപോലെ ചുവന്നുള്ളിയും അരിയാം. എന്നാൽ പെട്ടെന്ന് മൂത്ത് കിട്ടാൻ വേണ്ടിയാണ് ഇങ്ങനെ കനം കുറച്ചരിയുന്നത്. ഉള്ളിയും ഇഞ്ചി അരിഞ്ഞ കണക്ക് കനം തീരെ കുറച്ചരിഞ്ഞെടുക്കാം. എല്ലാവരും പണ്ട് കാലത്തൊക്കെ എല്ലാവരും ഓണത്തിനൊക്കെ ആയിരുന്നു ഇഞ്ചി കറി വയ്ക്കുന്നത്. ഇപ്പം അതേപോലെ അരിഞ്ഞിട്ടുണ്ട്. ഇഞ്ചിയും ചുവന്നുള്ളിയും രണ്ടും കനം കുറച്ച് അരിഞ്ഞിട്ടുണ്ട്. ഇനി ഇത് ചട്ടി അടപ്പേ വെച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് വെളിച്ചെണ്ണ ചൂടായിട്ട് നന്നായിട്ട് ഇഞ്ചി വറുത്തെടുക്കാം. ഈ ഇഞ്ചി ഇതൊക്കെ വറക്കുന്നത് എന്നും എപ്പോഴായാലും നമ്മൾ ഈ ഇരുമ്പ് ചട്ടിയിൽ വറക്കുന്നതാണ് നല്ലത്. അതാകുമ്പം പെട്ടെന്ന് മൂത്ത് കിട്ടുകയും ചെയ്യും. എണ്ണ കുറച്ച് മതി. മറ്റേ അലുമിനിയത്തിനകത്തൊക്കെ ആകുമ്പോൾ ഒരുപാട് എണ്ണ പിടിക്കും. ഇതാകുമ്പം കുറച്ച് എണ്ണയെ പിടിക്കത്തുള്ളൂ. പിന്നെ കുറച്ച് ഇഞ്ചി എടുത്തിട്ടുള്ളൂ. തീരുമ്പം വേണേ വയ്ക്കാമല്ലെന്ന് വിചാരിച്ച് അങ്ങനെ ഇഞ്ചി ഗോൾഡൻ മഞ്ഞ പരുവം ആകുന്നത് വരെ നമ്മൾ ഒന്ന് ഇളക്കി കൊടുക്കണം. ഗോൾഡൻ പരുവമായി വന്നിട്ടുണ്ട്. ഇഞ്ചി കരിഞ്ഞു പോകരുത്. കരിഞ്ഞു പോയാൽ ഒരു കയ്പ്പ് കാണും നമ്മൾ കറിക്ക്. അതുകൊണ്ട് കുറച്ച് മൂപ്പ് കുറഞ്ഞാലും വേണ്ടിയല്ല, എന്നാലും കരിഞ്ഞു പോകരുത്. അങ്ങനെ ഗോൾഡൻ പരുവമായിട്ടുണ്ട്. നന്നായി മൂത്ത് ഇഞ്ചി. നമുക്കത് ഒരു പാത്രത്തിലോട്ട് കോരി വയ്ക്കാം. അതേപോലെ ചുവന്നുള്ളിയും ഏകദേശം മൂപ്പായിട്ടുണ്ട്. ഇരുമ്പ് ചട്ടിയിലാകുമ്പോൾ പെട്ടെന്ന് ഇത് മൂത്ത് കിട്ടാനും എളുപ്പമായത്. ഉള്ളിയും അതേപോലെ കരിയരുത്. അതും ഗോൾഡൻ മഞ്ഞയാകുമ്പോഴത്തേക്ക് കോരിയെടുക്കണം. നന്നായിട്ട് ഇഞ്ചിയും ചുവന്നുള്ളിയും മൂത്ത് വന്നിട്ടുണ്ട്. പണ്ടൊക്കെ എല്ലാവരും ഓണക്കാലത്തെ ഇഞ്ചിക്കറി വയ്ക്കത്തുള്ളായിരുന്നു. ഇപ്പം അവരവർക്ക് തോന്നുമ്പോഴെല്ലാം വയ്ക്കും. ഇഞ്ചിക്കറി എപ്പം കൂട്ടണമെന്ന് വെച്ചാൽ അന്നേരം വയ്ക്കും. മറ്റേ ഓണത്തിനൊക്കെ വെച്ചാൽ ഒരുപാട് ദിവസം വെച്ചിരുന്ന് കഴിക്കുമായിരുന്നു. ഇപ്പം വെച്ചാൽ ഒരു ദിവസമോ 2 ദിവസമോ. ഇനി ഉള്ളി കോരിയെടുക്കാം. നന്നായി മൂത്ത് വന്നിട്ടുണ്ട്. വലിയ എണ്ണയൊന്നും കുടിക്കത്തില്ല ഈ ഇരുമ്പ് ചട്ടിയിലായതുകൊണ്ട്.
ഉള്ളിയെല്ലാം കോരി എടുത്തിട്ടുണ്ട്. ഇഞ്ചിയും ചുവന്നുള്ളി നന്നായിട്ട് മൂത്ത് വന്നിട്ടുണ്ട്. ഈ പരുവത്തിന് വേണം മൂപ്പിച്ചെടുക്കാൻ. കൂടുതൽ മൂത്ത് പോയാൽ നമുക്ക് കടുക് പൊട്ടിച്ചെടുക്കാം. അതിനകത്തോട്ട് കലക്കി ചേർക്കുമ്പോൾ അതിനകത്തോട്ട് ചെറിയ ഇരുമ്പ് ചട്ടി ആയതുകൊണ്ട് ചട്ടി മാറി ഇതിലോട്ട് കടുക് പൊട്ടിക്കുകയാണ്. കടുകിട്ട് കരിവേപ്പില ഇട്ട് അതിലേക്കിനി പൊടിവർഗ്ഗങ്ങൾ ചേർത്ത് കൊടുക്കാം. മുളക് പൊടി, മല്ലിപ്പൊടി, ഉലുവാപ്പൊടി ഇതെല്ലാം കൂടാണിത്. ഒന്ന് വഴറ്റിയെടുക്കാം. എണ്ണയിലോട്ടിട്ടൊന്ന് വഴറ്റിയെടുക്കാം. വഴന്ന് വരുമ്പോൾ പുളിവെള്ളം ചേർത്ത് കൊടുക്കാം. ഇഞ്ചിക്ക് നന്നായിട്ട് ഇച്ചിരി പുളി വേണം, എന്നാലേ രുചി കിട്ടത്തുള്ളൂ. ഞങ്ങൾ ഇഞ്ചിക്കറി വയ്ക്കുമ്പം മധുരത്തിന് ശർക്കരയൊന്നും ചേർക്കത്തില്ല. ചിലർ ശകലം ശർക്കരയോ പഞ്ചസാരയോ ചേർക്കും. ഞങ്ങളതൊന്നും ചേർക്കത്തില്ല. മുളക് പൊടി, മഞ്ഞൾപ്പൊടി, ഉലുവാപ്പൊടി, മല്ലിപ്പൊടി, കുറച്ച് കായം, ഇത്രയും ഞങ്ങൾ ചേർക്കത്തുള്ളൂ. ഇഞ്ചി അരച്ചെടുത്തതാണ്, അതുകൂടി ചേർത്ത് കൊടുക്കാം. ചേർത്ത് നന്നായിട്ട് ഇളക്കി കൊടുക്കാം. കുറച്ച് വെള്ളം ഒഴിച്ച് എണ്ണ തെളിയുന്നത് വരെ ഇനി തിളപ്പിച്ചെടുക്കണം. ഉപ്പ് ആവശ്യത്തിന് ചേർത്ത് കൊടുക്കാം. വെള്ളം കുറച്ച് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. നന്നായിട്ട് ഇളക്കി കൊടുക്കാം. നമ്മൾ എണ്ണ തെളിയുന്നവരെ ഒന്ന് തിളപ്പിച്ച് വറ്റിച്ചെടുക്കണം. വേറെ എണ്ണയൊന്നും ചേർത്തിട്ടില്ല. ഇത് ഇഞ്ചി ചുവന്നുള്ളിയും കൂടെ വഴറ്റിയെടുത്ത എണ്ണ മാത്രമേ ചേർത്തിട്ടുള്ളൂ. ഇട്ട് കൊടുത്തിട്ടുണ്ട്. കായപ്പൊടി ചേർത്ത് കൊടുക്കാം. കുറച്ച് കായപ്പൊടിയും കൂടെ ചേർക്കണം. ഇളക്കി കൊടുക്കാം. ഇനി അടച്ച് വെച്ച് നന്നായിട്ടൊന്ന് വറ്റിച്ചെടുക്കാം. നന്നായി വറ്റി എണ്ണയൊക്കെ തെളിഞ്ഞ് വന്നിട്ടുണ്ട്. നമ്മുടെ ഈ ചാനൽ കാണുന്നവർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ, ലൈക്കും കമൻറ്റും ഒക്കെ കൊടുക്കണേ. നന്നായിട്ട് വറ്റിയിട്ടുണ്ട്. നന്നായിട്ട് വറ്റിയിട്ടുണ്ട്. കുറച്ച് ഞങ്ങൾ വെച്ചുള്ളായിരുന്നു. പെട്ടെന്ന് വെച്ചതാണ്. ഇച്ചിരി ഇഞ്ചിക്കറി കൂട്ടണമെന്ന് തോന്നി അങ്ങനെ വെച്ചതാണ്. നന്നായിട്ട് വറ്റിയിട്ടുണ്ട്. എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കണം.